ബീഹാറിൽ പുതിയ ഗ്രീൻഫീൽഡ് 4-വരി പാതയ്ക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അനുമതി. 4447 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പാത ബക്സർ ഭഗൽപൂർ ഹൈസ്പീഡ് ഇടനാഴിയുടെ ഭാഗമാണ്. 82 കിലോമീറ്റർ ദൂരം വരുന്ന പാത യാഥാർത്ഥ്യമാകുന്നതോടെ തെക്കൻ ബീഹാറിന്റെ വികസനം വേഗത്തിലാകുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. വിവരങ്ങളുമായി വീണ്ടും എസ് നന്ദഗോപനൊപ്പം ചേരുന്നു. നന്ദഗോപൻ, വികസനത്തിന്റെ പാതയിലൂടെ കുറച്ചു ദൂരം കൂടി മുന്നേറുന്നു റെയിൽവേ. ബീഹാർ അടക്കമുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും, അതായത് ഭാരതത്തിൻ്റെ അതിർത്തി മേഖലകൾ, പടിഞ്ഞാറൻ കിഴക്കൻ അതിർത്തി മേഖലകളിലുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലേക്കും വലിയ രീതിയിൽ വികസനം എത്തിക്കുക, അല്ലെങ്കിൽ അവിടേക്ക് വികസനത്തിൻ്റെ ശബ്ദം കൂടുതലായി എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. ഇന്നിപ്പോൾ കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നു. ആ മന്ത്രിസഭാ യോഗത്തിലാണ് 4-വരി പാതയ്ക്ക് അനുമതി ലഭിച്ചിരിക്കുന്നത്. അതായത് ബീഹാറിലെ മോക്കാമ, അതേപോലെ തന്നെ മുക്ചർ എന്നീ മേഖലകളിലേക്കുള്ളതാണ് ഈ 4-വരി പാത. ഇതൊരു ബക്സർ, അതേപോലെ തന്നെ ഭാവൽപൂർ ഹൈസ്പീഡ് ഇടനാഴിയുടെ ഭാഗം കൂടിയാണ്. ഈ പദ്ധതി ഏതാണ്ട് 82 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന റോഡ് പദ്ധതിയാണ്. അത് 4-വരി പാതയാണ്. 4447.38 കോടി രൂപ ഇതിനായി ചെലവ് വരുമെന്ന് ഇന്നിപ്പോൾ ക്യാബിനറ്റ് യോഗത്തിലുണ്ടായിരിക്കുന്ന കാര്യങ്ങൾ വിശദീകരിക്കുവാൻ ചേർത്ത, അല്ലെങ്കിൽ അതിന് വിളിച്ച വാർത്താ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി. ഇതിനു പുറമെ കൂടുതൽ വികസന പദ്ധതികൾ ഈ മേഖലകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതായത് റെയിൽവേയുമായി ബന്ധപ്പെട്ട കൂടുതൽ വികസന പദ്ധതികളും ഈ ഇന്നത്തെ ക്യാബിനറ്റ് യോഗത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഈ ഭാവൽപൂർ, ദുംക, അതേപോലെ തന്നെ റാംപുൽഹട്ട് റെയിൽവേ സെക്ഷനാണ്. ഏതാണ്ട് 177 കിലോമീറ്റർ വരുന്ന റെയിൽവേ സെക്ഷൻ അത് ഇരട്ട ലൈൻ ആക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഏതാണ്ട് 3169 കോടി രൂപയുടെ വികസന പദ്ധതിയാണ്. ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങൾക്കുള്ള വലിയ നേട്ടമായി ഇതിനെ വിലയിരുത്തുന്നു. ഈ മേഖലകളിലേക്കുള്ള യാത്രാ ക്ലേശം കൂടുതൽ പരിഹരിക്കാൻ ഈ പദ്ധതി ഉപകരിക്കുമെന്നുള്ളതാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ മറ്റ് കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ മേഖലകളിലേക്ക് കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കുന്ന കാര്യവും ഇന്നിപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി. ഏതായാലും ഇന്ന് ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ കൂടുതലായി ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക്, ബീഹാർ, ജാർഖണ്ഡ്, അതേപോലെ തന്നെ പശ്ചിമ ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ വികസനങ്ങൾ പ്രഖ്യാപിക്കുന്ന, അല്ലെങ്കിൽ അതിന് അംഗീകാരം നൽകുന്ന മന്ത്രിസഭാ യോഗമാണ് ഇന്നിപ്പോൾ ഡൽഹിയിൽ ചേർന്നത്. കൃഷ്ണരാജ്. ശരി, നന്ദഗോപൻ.